Welcome, my dear students, on a new lecture on Laplace transform. So, in this lecture, we will be discussing about inverse Laplace transform. So, inverse Laplace transforms ne kuchana namal discuss cheyyunnu. Okay. So, definition: if script L of f of t, that is Laplace transform of f of t, is capital F of s, then the small f of t is called the inverse Laplace transform of f of s. So, നമ്മൾ ഏത് ഫംഗ്ഷൻ്റെയാണോ ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിച്ചത് ആ ഫംഗ്ഷനെയാണ് ആ ലാപ്ലാസ് ട്രാൻസ്ഫോമിൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത്. സോ എൽ ഓഫ് എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എസ് എന്ന് എഴുതുകയാണെങ്കിൽ വി ക്യാൻ റൈറ്റ് എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു സ്ക്രിപ്റ്റ് എൽ ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എസ് എന്ന് എഴുതാം. ദിസ് മീൻസ് ദാറ്റ് എഫ് ഓഫ് എസ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോമാണ് എഫ് ഓഫ് ടി എന്ന് പറയുന്നത്. ഓക്കെ, സോ ഏത് ഫംഗ്ഷൻ്റെയാണോ ലാപ്ലാസ് ട്രാൻസ്ഫോം കണ്ടുപിടിച്ചത് ആ ഫംഗ്ഷനെയാണ് ലാപ്ലാസ് ട്രാൻസ്ഫോമിൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത്. കൺസിഡർ ആൻ എക്സാമ്പിൾ. സോ നമുക്കറിയാം ഇ റേസ് ടു എൽ ഓഫ് ഇ റേസ് ടു എ ടി ഈസ് ഈക്വൽ ടു 1/s-a. ഇ റേസ് ടു എ ടി എന്നുള്ള ഫംഗ്ഷൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം എസ് മൈനസ് എ ആണ്. സോ ദിസ് ഇംപ്ലൈസ് L inverse of 1/s-a is equal to e raised to a t. So 1/s-a എന്നുള്ള ഫംഗ്ഷൻ്റെ ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് e raised to a t ആണ്. ഓക്കെ, സിമിലർലി L of cos a t is equal to s divided by s square plus a square. So this implies L inverse of s divided by s square plus a square is equal to cos a t. So ഏത് ഫംഗ്ഷൻ്റെ ആണോ ലാപ്ലാസ് ട്രാൻസ്ഫോം കണ്ടുപിടിച്ചത് ആ ഫംഗ്ഷനെ ആ ലാപ്ലാസ് ട്രാൻസ്ഫോമിൻ്റെ ഇൻവേഴ്സ് എന്ന് സാധാരണയായിട്ട് വിളിക്കും. നൗ ലാപ്ലാസ് ട്രാൻസ്ഫോം ലീനിയാരിറ്റി പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യും. സിമിലർലി ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോമും ലീനിയാരിറ്റി പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യും. So linearity of inverse Laplace transform is if a and b are any constants and f of s and g of s are functions with the inverse Laplace transform f of t and g of t respectively, then L inverse of a f of s plus b g of s is equal to a into L inverse of f of s plus b into L inverse of g of s. Okay, a and b രണ്ട് കോൺസ്റ്റൻസ് ആണ്. f of s ഉം g of s ഉം ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ് f of t യുടെയും g of t യുടെയും. ഓക്കെ, എഫ് ഓഫ് ടിയുടെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ് എഫ് ഓഫ് എസ്, ജി ഓഫ് ടിയുടെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ് ജി ഓഫ് എസ്. അങ്ങനെയാണെങ്കിൽ എൽ ഇൻവേഴ്സ് ഓഫ് എ എഫ് ഓഫ് എസ് പ്ലസ് ബി ജി ഓഫ് എസ് ഈസ് ഈക്വൽ ടു എ ഇൻറ്റു എൽ ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എസ് പ്ലസ് ബി ഇൻറ്റു എൽ ഇൻവേഴ്സ് ഓഫ് ജി ഓഫ് എസ് ആയിരിക്കും. എൽ ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എസിനെ എഫ് ഓഫ് ടി എന്നും എൽ ഇൻവേഴ്സ് ഓഫ് ജി ഓഫ് എസിനെ ജി ഓഫ് ടി എന്നും നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ദിസ് ഈസ് ദ ലീനിയാരിറ്റി പ്രോപ്പർട്ടി ഓഫ് ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം. സോ ഇനി നമ്മുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് നമുക്കൊരു ഫംഗ്ഷൻ, അതായത് ഒരു ഫംഗ്ഷന് ലാപ്ലേസ് ട്രാൻസ്ഫോം തന്നിട്ടുണ്ടെങ്കിൽ ആ ഫംഗ്ഷൻ ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക, അല്ലെങ്കിൽ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് സം എക്സ്പ്രഷൻസ് കണ്ടുപിടിക്കുക. ഓക്കെ, ഇതാണ് നമ്മുടെ ഒബ്ജക്റ്റീവ്. ഈ സെക്ഷനിൽ മൊത്തം നമ്മുടെ ഒബ്ജക്റ്റീവ് ഇത് തന്നെയായിരിക്കും. ഓക്കെ, ലെറ്റ് us give some examples. Question: find the inverse Laplace transform of on s by s plus 3. സോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എസ് ബൈ എസ് പ്ലസ് 3യുടെ എസ് അല്ല 5/s+3യുടെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ് കണ്ടുപിടിക്കുക. സോ എൽ ഇൻവേഴ്സ് ഓഫ് 5/s+3. ലീനിയാരിറ്റി പ്രോപ്പർട്ടി അനുസരിച്ച് 5 ഒരു കോൺസ്റ്റന്റ് ആണ്. വി ക്യാൻ ടേക്ക് ഇറ്റ് ഔട്ട് സൈഡ്. സോ ദിസ് ഈസ് 5/L inverse of 1/s+3.
Okay. Now 1 by s minus a യുടെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് e raised to 8 ആണ്. ഓക്കെ, ഇവിടെ a1 ഒരു കോൺസ്റ്റന്റ് ആണ്. ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് 5 times L inverse 1 by s minus minus 3. So this is of the form s minus a, where a is minus 3. So the answer is actually 5 into e raised to 8t. ഇവിടെ 8 ക്ക് പകരം minus 3. So minus 3. So this is the inverse Laplace transform of 5 by s plus 3. Next question. L inverse of 1 by s raised to 4. 1 by s raised to 4 the inverse Laplace transform കണ്ടുപിടിക്കുക. നമുക്കറിയാം 1 by s raised to 4 the Laplace transform. Okay, so L of t raised to n is actually n factorial divided by s raised to n plus 1. Okay, ഇത് നമ്മൾ കണ്ടുപിടിച്ചാണ്. സോ ഇവിടെ നമുക്ക് 1 by s raised to 4 ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ n is equal to ഇവിടെ 3 ആണ്. If n is equal to 3, നമുക്ക് ഇതിൽ നിന്ന് കുറച്ചുകൂടി ജനറലൈസ്ഡ് ഫോമിലേക്ക് എഴുതാം. സോ ഈ n ഫാക്ടോറിയൽ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ we know 1 by n factorial into L of t raised to n is equal to 1 by s raised to n plus 1. Okay, so this implies നമുക്ക് ലാപ്ലേസ് ട്രാൻസ്ഫോം ലീനിയർ ആയതുകൊണ്ട് L of t raised to n by n factorial is equal to 1 by s raised to n plus 1. കാരണം ഇത് ലീനിയർ ആണ്. So which implies L inverse of 1 by s raised to n plus 1 is equal to t raised to n by n factorial. Okay, നമുക്കിവിടെ 1 by s raised to 4 കേസാണ് വേണ്ടത്. Put n is equal to 3. So which means L inverse 1 by s raised to 4 is equal to t cube by 3 factorial. So this is the inverse Laplace transform of 1 by s raised to 4. Next question. L inverse of 13 by s square plus 25. This is the inverse Laplace transform കണ്ടുപിടിക്കും. Now remember that L of sin at is equal to a divided by s square plus a square. So ഇവിടെ s square ഉണ്ട്, 25നെ 5 square എന്ന് എഴുതാം. പക്ഷേ ഇവിടെ ന്യൂമറേറ്ററിൽ 5 ഇല്ല. ഓക്കെ, സോ നമ്മളൊരു 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഡിവൈഡ് ചെയ്യുന്നു. സോ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് ഇവിടെ a is equal to 5 ആക്കിയാൽ ന്യൂമറേറ്ററിൽ 5 ആക്കിയാൽ ദിസ് ഈസ് ഈസി ടു 5. സോ L ഇൻവേഴ്സ് ഓഫ് നമ്മൾ 13 into 5 into 1 by 5 s square plus 5 square. Okay, now 13 by 5 നമുക്ക് വെളിയിലെടുക്കാം. So this is actually 13 by 5 L inverse 5 divided by s square plus 5 square. This is a divided by s square plus a square എന്നുള്ള ഫോമിലാണ്. അതിൻ്റെ ആൻസർ ഈസ് ആക്ച്വലി sin 80. ഇവിടേക്ക് പകരം 5 ആയിരുന്നു. സോ ദിസ് ഈസ് 13 by 5 sin 5t. ദിസ് ഈസ് ദി ആൻസർ. ഓക്കെ, സോ നമ്മൾ ഏത് ഫോമിലാണ് കിടക്കുന്നത് നോക്കി അതിനനുസരിച്ചുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകൾ കൊടുക്കും. ഓക്കെ, ലീനിയാരിറ്റി പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ട് വി ക്യാൻ മേക്ക് സം അഡ്ജസ്റ്റ്മെൻറ്റ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. L inverse of s by s square plus 36. So this is of the form s by s square plus a square എന്നുള്ള ഫോം. So L of
cos at is equal to s by s square plus a square. ഇവിടേക്ക് പോയാൽ 6 ആണ് വരും. So this is of the form L inverse s by s square plus 6 square. A is 6. So L of cos at is s by s square plus a square. A ക്ക് പോയാൽ 6 വന്നു. So this is cos 60. Okay. So next question. L inverse of 1 by s square plus 81. So this is again of the form 1 by s square plus a square. നമുക്ക് a by s square plus a square എന്ന് വന്നിരുന്നെങ്കിൽ we can easily find. So ഇവിടെ 1 by s square plus 9 square എന്നുള്ള ഫോർമാറ്റ് ആണ്. So 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 9 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ this is 1 by 9 into 9 divided by s square plus 9 square which is of this form. So നമ്മൾ ആദ്യം ചെയ്യേണ്ടത് 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. So this is of the form L inverse 1 by 9 into 9 times s square plus 9 square. So linearity property അനുസരിച്ച് 1 by 9 we can take it outside. 1 by 9 L inverse 9 by s square plus 9 square. So L inverse a divided by s square plus a square. So this is 1 by 9 L of sin 80. ഇത് L inverse of a divided by s square plus a square is sin 80. ഇവിടേക്ക് പോയാൽ 9 ആണ്. So this is sin 90. Next question. L inverse of s plus 1 divided by s square plus 1. ഇനി നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. L inverse of s by s square plus 1 plus 1 by s square plus 1. Okay. Now linearity property അനുസരിച്ച് this is L inverse of s by s square plus 1 plus L inverse of 1 by s square plus 1. So either of the form s divided by s square plus a square where a is 1. This is of the form a divided by s square plus a square where a is 1. So sin 80 inverse a divided by s square plus a square inverse Laplace transform ആണ് sin 80. s divided by s square plus a square inverse Laplace transform ആണ് cos 80. ഇവിടെ a ക്ക് പകരം 1 വന്നെന്നുള്ളതേ ഉള്ളൂ. So the first part is actually cos 1t, that is cos t, plus second part is actually sin t. So this is actually cos t plus sin. Next question. L inverse of s minus 4 divided by s square minus 4. So this is L inverse of s divided by s square minus 2 square minus 4 divided by s square minus 2 square. നമുക്കറിയാം ഇവിടെ s square minus a square എന്നുള്ള ഫോമിലാണ്. So L of cos h at is hyperbolic cosine function is actually s divided by s square minus a square, and L of sin h at is actually a divided by s square minus a square. Okay, ഇത് രണ്ടും നമുക്കറിയാം. So ഇവിടെ first this is of the form s divided by s square minus a square, a is equal to 2 ആണ്. Okay, ഇവിടെ 4നെ നമുക്ക് 2 into 2 എന്ന് എഴുതിയാൽ 2 into a divided by s square minus a square എന്നുള്ള ഫോമാറ്റിലാണ്. Okay, so this is L inverse s divided by s square minus 2 square minus L inverse of 4 divided by s square minus 2 square. Linearity property. So this is L inverse of s square minus a square. S divided by s square minus a square is cos h 80. ഇവിടേക്ക് പകരം 2 വന്നു. So this is cos h 2t എന്ന് പറഞ്ഞു. Now
This is ഇവിടെ നമുക്ക് ഇവിടെ 2 എക്സ്ട്രാ ഉണ്ട്. 2 into 2 എന്ന് എഴുതാം 4. ലീനിയാരിറ്റി പ്രോപ്പർട്ടി അനുസരിച്ച് 2 വെളിയിൽ എടുക്കാം. Okay, so this can be actually written as 2 into 2. Okay, 2 divided by s square minus a square ഇവിടെ മതി. ഈ 2 വെളിയിൽ എടുക്കാം. So this is 2 into L inverse of 2 divided by s square minus a square. A square അല്ല 2 square. So this is cos h 2t minus 2. A divided by s square minus a square is sin h 8. ഇവിടെ aക്ക് പകരം 2 ആണ്. So sin h 2t. So this is the answer. Next question. L inverse of b1 divided by s plus b2 divided by s square plus b3 divided by s cube plus b4 divided by s raised to 4. Okay, where b1, b2, b3, b4 are constants. Now linearity property answers, this is b1 times L inverse of 1 by s plus b2 times L inverse of 1 by s square plus b3 times L inverse of 1 by s cube plus b4 times L inverse of 1 by s raised to 4. Okay, ഇനി നമുക്കറിയാം L of t raised to n by n factorial is 1 by s raised to n plus 1. നമുക്കറിയാം, which implies L inverse of 1 by s raised to n plus 1 is equal to t raised to n by n factorial. Okay, നമുക്കപ്പോൾ ആദ്യം വേണ്ടത് L inverse of 1 by s ആണ്. So that means n is equal to 0. So which means t raised to 0 by 0 factorial is the first answer. So this is equation 1. So equation 1 implies L inverse of b1 by s plus b2 by s square plus b3 by s cube plus b4 divided by s raised to 4 is equation 2 കൊടുക്കുമ്പോൾ ആദ്യം n is equal to 0 ആകുമ്പോൾ we get this is b1 into t raised to 0 by 0 factorial, which is n is equal to 1 ആകുമ്പോൾ 1 by s square ന്റെ വാല്യൂ കിട്ടും. That is b2 times t raised to 1 by 1 factorial plus n is equal to 2 ആകുമ്പോൾ 1 by s cube ൻ്റേത് b3 t square divided by 2 factorial plus b is equal to 3 ആകുമ്പോൾ so b4 into t cube divided by 3 factorial. T raised to 0 is 1, 0 factorial is 1, so this is b1 plus b2 t, 1 factorial is 1, plus b3 t square by 2 factorial plus b4 t cube by 3 factorial. So this is the answer. So these are some inverse Laplace transform of some elementary functions. Thank you.